നമസ്കാരം. സ്വന്തമായ ഒരു ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആരും തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല, അല്ലേ? നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ഒരു ലോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഒരു ലോൺ എടുത്തിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഈ വർഷം മുതൽ കാതലായ മാറ്റങ്ങൾ RBI വരുത്താൻ പോവുകയാണ്. അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. 6 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ബാങ്കിംഗ് മേഖലയിൽ RBI വരുത്താൻ പോകുന്നത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്തിനാണ് ഈ ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ RBI കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ, കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പണം സേവ് ചെയ്യുന്നതിനായിട്ട് കസ്റ്റമേഴ്സിനെ സഹായിക്കാൻ, അനാവശ്യമായിട്ടുള്ള പെനാൽറ്റികൾ ഒഴിവാക്കാൻ, ബാങ്കിംഗ് സർവീസുകൾ കൂടുതൽ സുതാര്യമാക്കാൻ, കൂടുതൽ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 6 മാറ്റങ്ങൾ RBI കൊണ്ടുവരാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഈ വീഡിയോ എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെടുക. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അവിനാശ്. ഞാൻ ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ബാങ്കിംഗ് മേഖലയിൽ RBI പ്രധാനമായിട്ടും 6 പുതിയ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് എന്ന് പറയുന്നത്, നമ്മൾ ഏത് ലോൺ എടുക്കാൻ പോകുന്ന സമയത്തോ, അല്ലെങ്കിൽ ബാങ്കിനെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മളൊരു ലോൺ, അത് പേഴ്സണൽ ലോൺ ആവട്ടെ, ഭവന വായ്പ ആവട്ടെ, അല്ലെങ്കിൽ വാഹന വായ്പ ആവട്ടെ, ഏത് തരത്തിലുള്ള ലോൺ ആകുന്ന സമയത്തും ആദ്യം ബാങ്ക് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ആണ്. ക്രെഡിറ്റ് സ്കോർ സ്ട്രോങ് ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ്. മുമ്പത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു EMI ഇന്ന് അടച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 35 മുതൽ 40 ദിവസം വരെ എടുക്കുമായിരുന്നു. ഇത് പ്രശ്നമാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, അതായത് നിങ്ങളൊരു ലോൺ, നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോൺ നിങ്ങൾ ഓൾറെഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, പക്ഷേ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് മറ്റേതെങ്കിലും സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി മറ്റൊരു ലോൺ വേണം, എന്തെങ്കിലും ബിസിനസ് ആവശ്യത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പർപ്പസിനായിട്ട് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു ലോൺ വേണം. പക്ഷേ സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുന്ന സമയത്ത് എന്താണ്, നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ അല്ലെങ്കിൽ സിബിൽ സ്കോറിൽ ഇപ്പോഴും ഈ ഒരു എക്സിസ്റ്റിംഗ് ലോൺ റിഫ്ലക്റ്റിംഗ് ആണ്. അതായത് നിങ്ങൾ ഓൾറെഡി ക്ലോസ് ചെയ്ത ലോൺ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഇപ്പോഴും അതങ്ങനെ കാണിക്കുന്നുണ്ട്, അതായത് ലോൺ ആക്റ്റീവ് ആണ് എന്ന് കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് പുതിയ ലോൺ ലഭിക്കുന്നതിന് തടസ്സമായേക്കാം. പക്ഷേ പുതിയ നിയമപ്രകാരം ഇത് ഇനി സാധ്യമല്ല. അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് എല്ലാ മാസവും 4 തവണ ബാങ്ക് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതായത് നേരത്തെ 35 മുതൽ 40 ദിവസത്തിന് ശേഷമാണ് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് അപ്ഡേറ്റ് ആവുന്നത് എങ്കിൽ, പുതിയ നിയമം വരുന്നതോടുകൂടി 2026 തൊട്ട്, ഈ വർഷം തൊട്ട്, ബാങ്ക് ഏറ്റവും കുറഞ്ഞത് 4 തവണയെങ്കിലും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് ഒരു മാസത്തിന്റെ 7-ാം തീയതി, 14-ാം തീയതി, 21-ാം തീയതി, 28-ാം തീയതി, ഇങ്ങനെ 4 ദിവസങ്ങളിലായിട്ട്, 4 തവണകളിലായിട്ട് ഒരു മാസം ബാങ്ക് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലോൺ റീപേയ്മെന്റ് അല്ലെങ്കിൽ ലോൺ ക്ലോസ് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആകുന്നു. മറ്റൊരു ലോൺ ഇമ്മീഡിയറ്റ്ലി എടുക്കുന്നതിന് ഇത് തടസ്സമാകുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു നിയമം എന്ന് പറയുന്നത്, ഫോർ ക്ലോസർ ചാർജുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി എന്നുള്ളതാണ്. അതായത് 0 ഫോർ ക്ലോസർ ചാർജുകൾ. നമുക്കറിയാം, ഒരു ലോൺ നമ്മൾ എടുത്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് നമുക്കൊരു എക്സ്ട്രാ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്നും എവിടെയെങ്കിലും ആയിട്ട് ലഭിക്കുന്നു. ഒരു പാസീവ് ഇൻകം വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സേവിങ്സ് വഴിയോ നമ്മൾ ഉണ്ടാക്കിയത്, നമ്മൾ വിചാരിക്കുന്നു നമുക്ക് ഈ ഒരു എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഈ ലോൺ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. പക്ഷേ ക്ലോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണ്, അവർ പറയും നമ്മൾ ലോൺ ക്ലോസറിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം എന്നുള്ളത്. അത് ഏകദേശം 2 മുതൽ 4% വരെയാണ് കോമൺ ആയിട്ട് ഉണ്ടാകുന്നത്. ഈ ഒരു എക്സ്ട്രാ ചാർജ് അല്ലെങ്കിൽ എക്സ്ട്രാ ഫീസ് എന്ന് പറയുന്നത്, ഈ ഒരു എമൗണ്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ലോൺ ക്ലോസ് ചെയ്യാൻ സാധ്യമാവുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2026 ജനുവരി 1 തൊട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോൺ ക്ലോസർ ചാർജുകൾ ഇനി യാതൊരു തരത്തിലും ബാങ്കുകൾക്ക് ഈടാക്കാൻ സാധ്യമല്ല. അത് ഹോം ലോൺ ആവട്ടെ, പേഴ്സണൽ ലോൺ ആവട്ടെ, വെഹിക്കിൾ ലോൺ ആവട്ടെ, ബാങ്കുകൾക്ക് ഫോർ ക്ലോസർ ചാർജുകൾ ഇനി ഈടാക്കാൻ സാധ്യമല്ല. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അല്ലെങ്കിൽ അതിന്റെ ടേം ആൻഡ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ലോണുകൾക്ക് മാത്രമേ ഈ ഒരു 0 ഫോർ ക്ലോസർ ചാർജുകൾ അപ്ലിക്കബിൾ ആവുകയുള്ളൂ. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റിൽ അല്ലാത്ത ലോണുകൾക്ക് ഈ ഒരു നിയമം ബാധകമല്ല. മൂന്നാമത്തെ ഒരു നിയമം എന്ന് പറയുന്നത്, ഫെയിൽഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനുകൾക്ക് പ്രതിദിനം 100 രൂപ വെച്ച് കോമ്പൻസേഷൻ നൽകണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ATM-ൽ പോകുന്നു, ഒരു 5000 രൂപ അതിൽ നിന്നും പിൻവലിക്കുന്നു. നിങ്ങൾക്ക് പണം ലഭിക്കുന്നില്ല, പക്ഷേ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ആയതായിട്ട് മെസ്സേജും കാണുന്നു. മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ബാങ്കിൽ പോകുന്നു, അവരുടെ കാല് പിടിക്കുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം. നമ്മൾ ആകെ ആങ്സൈറ്റിയിലാകുന്നു, പാനിക് ആകുന്നു, നമ്മുടെ പണം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി, കസ്റ്റമർ കെയറിലേക്ക് മാറി മാറി വിളിച്ചുകൊണ്ട് അവരെ കണക്ട് ആവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കോംപ്ലിക്കേഷൻസ്, നൂലാമാലകൾ മുമ്പുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമം വരുന്നതോടുകൂടി നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഫെയിൽ ആവുകയാണെങ്കിൽ അടുത്ത 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ബാങ്ക് നിങ്ങളുടെ പണം തിരികെ നൽകിയിരിക്കണം. 5 ദിവസത്തിനുള്ളിൽ ബാങ്ക് നിങ്ങളുടെ പണം
പണം തിരികെ നൽകില്ലെങ്കിൽ 6ാമത്തെ ദിവസം തൊട്ട് പ്രതിദിനം 100 രൂപ എന്ന കണക്കിൽ പെനാൽറ്റി ബാങ്ക് നിങ്ങൾക്ക് നൽകേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് നിങ്ങൾ അതിനുവേണ്ടി ചോദിക്കേണ്ട കാര്യമില്ല, ബാങ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ചെയ്തിരിക്കണം. സോ RBIയുടെ ഈ ഒരു പുതിയ നിയമം എന്ന് പറയുന്നത് ഫെയിൽഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനുകൾ ആലോചിച്ച് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വിത്തിൻ 5 വർക്കിംഗ് ഡേയ്സ് നമുക്ക് നമ്മുടെ പണം തിരികെ ലഭിക്കും. ഡിലേ ആവുകയാണെങ്കിൽ എക്സ്ട്രാ പണം ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ രസകരമായ ഒരു വസ്തുത. അപ്പോൾ നമ്മൾ RBI കൊണ്ടുവരാൻ പോകുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ലൈഫ് ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ചാണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ആർക്കും എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് സ്കീമിനെ കുറിച്ച്. അതാണ് ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ്. പ്രതിമാസം വെറും 578 രൂപ പ്രീമിയം അടച്ചാൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ലൈഫ് കവറേജ് ആക്സിസ് മാക്സിൽ നിന്നും ലഭിക്കുന്നു. അതുമാത്രമല്ല ഇൻകം ടാക്സ് സെക്ഷൻ 80C ആൻഡ് 80D പ്രകാരം 54,600 രൂപയോളം നിങ്ങൾക്ക് ടാക്സ് ഇനത്തിൽ സേവ് ചെയ്യാൻ സാധ്യമാണ്. കൂടാതെ 99.7% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോയും ഇതിനകത്തുണ്ട്. അതുമാത്രമല്ല 64 ക്രിട്ടിക്കൽ ഇൽനസ് ഇതിൽ കവേർഡ് ആണ്. 3 മണിക്കൂറിനുള്ളിൽ ക്ലെയിം സെറ്റിൽമെന്റും ഉറപ്പു നൽകുന്നു. അതുമാത്രമല്ല ആദ്യത്തെ 1 വർഷത്തെ പ്രീമിയത്തിന് 15% ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. നിങ്ങൾ ആക്സിസ് മാക്സ് ലൈഫ് ഇൻഷുറൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. അടുത്ത ഒരു നിയമം RBI കൊണ്ടുവരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഗോൾഡ് മെറ്റൽ ലോണുകൾക്കുള്ള എക്സ്റ്റൻഡഡ് ടൈമാണ്. അതായത് ഗോൾഡ് മെറ്റൽ ലോൺ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിനായിട്ടുള്ള ടൈം എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതാണ്. മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ഗോൾഡ് മെറ്റൽ ലോണുകൾക്ക് മാക്സിമം 180 ദിവസം വരെ ഒരു കാലാവധി ഉണ്ടായിരുന്നുള്ളൂ, അതായത് 6 മാസം വരെ. ഇപ്പോഴത്തെ പുതിയ നിയമം വെച്ച് അത് 9 മാസമാക്കി മാറ്റിയിരിക്കുന്നു, അതായത് 270 ദിവസങ്ങൾ. പ്രധാനമായിട്ടും ജ്വല്ലേഴ്സിനും അതുപോലെ തന്നെ ഗോൾഡ് മാനുഫാക്ചറിംഗ് ആളുകൾക്കാണ് ഇത് പ്രധാനമായിട്ടും ഉപകരിക്കുന്നത്. കാരണം ഗോൾഡ് മെറ്റൽ ലോൺ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ലോണാണ്. പുതിയ നിയമം വരുന്നതോടുകൂടി ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ജ്വല്ലേഴ്സിന് ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യുന്നതിനായിട്ട് കൂടുതൽ സമയം ലഭിക്കുന്നു, ഫിനാൻഷ്യൽ പ്രഷർ കുറയുന്നു, മാർക്കറ്റിൽ സ്വർണ്ണാഭരണങ്ങളുടെ വില അതിനൊരു സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മുമ്പ് നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം ഒരാളെ മാത്രമേ നമുക്ക് നോമിനി ആയിട്ട് വെക്കാൻ സാധ്യമാവുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമം വരുന്നതോടുകൂടി അപ് ടു 4 നോമിനീസ്, അതായത് 4 നോമിനികളെ വരെ നമ്മുടെ അക്കൗണ്ടിന് നമുക്ക് കൊടുക്കാവുന്ന ഓപ്ഷൻ ഇനി മുതൽ വരാൻ പോവുകയാണ്. മുമ്പ് ഒരു നോമിനി മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ സംഭവിക്കാമായിരുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു കുടുംബ പ്രശ്നം അല്ലെങ്കിൽ ഫാമിലി ഡിസ്പ്യൂട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ 4 നോമിനി വരെ വെക്കാൻ പറ്റുന്ന ഒരു പുതിയ സാഹചര്യം വരുന്നതോടുകൂടി ഇത്തരത്തിലുള്ള ഫാമിലി ഡിസ്പ്യൂട്ടും ഫാമിലി കോൺഫ്ലിക്റ്റും കുടുംബ കലഹങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധ്യമാകും. ഇത് ഒരു സിംഗിൾ ബാങ്ക് അക്കൗണ്ടിനും ഒരു ലോക്കറിനും, അതായത് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്കൊരു ലോക്കർ ഉണ്ട്, നിങ്ങൾക്ക് 4 പേരെ വരെ അതിന് നോമിനി ആയിട്ട് വെക്കാം. അത് മാത്രമല്ല പെർസെന്റേജ് വൈസ് ഡിസ്ട്രിബ്യൂഷനും നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് വിചാരിക്കാം. അതിൽ നിങ്ങൾ ഭാര്യയെയും ആദ്യത്തെ കുട്ടിയെയും രണ്ടാമത്തെ കുട്ടിയെയും നോമിനിയായിട്ട് വെക്കുന്നു. നിങ്ങൾക്ക് ഇത് അലോക്കേറ്റ് ചെയ്യാം. അതായത് ഭാര്യയ്ക്ക് ആ ബാങ്ക് അക്കൗണ്ടിന്റെ 50% അവകാശമുണ്ട്. ആദ്യത്തെ കുട്ടിക്ക് 25%, രണ്ടാമത്തെ കുട്ടിക്ക് 25% എന്നുള്ള കണക്കിൽ നിങ്ങൾക്ക് ഈ ഒരു നോമിനി പെർസെന്റേജ് അലോക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഇനി മുതലുണ്ട്. അവസാനത്തെ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ആവുകയാണെങ്കിൽ കുറഞ്ഞ പലിശ നിരക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു റൂള് എന്ന് നിസ്സംശയം പറയാം. മുമ്പത്തെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നല്ലതാണെങ്കിൽ പോലും ബാങ്ക് നിങ്ങളുടെ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത വളരെ വിരളമായിരുന്നു. എന്നാൽ പുതിയ നിയമം വെച്ച് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ പോയിട്ട് ഏത് ബാങ്കിൽ നിന്നാണോ നിങ്ങൾ ലോൺ എടുത്തിരിക്കുന്നത് ആ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് ആവശ്യപ്പെടാം, എൻ്റെ ക്രെഡിറ്റ് സ്കോർ കൂടിയിരിക്കുന്നു, പലിശ നിരക്ക് കുറയാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ പലിശ നിരക്ക് കുറയാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് നിങ്ങൾക്ക് അവരോട് പറയാം. മുമ്പ് ഇതിന് 3 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടായിരുന്നു. അതായത് നിങ്ങളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പലിശ നിരക്ക് ഇത്ര ശതമാനമാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾ 50 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു, അതിന്റെ പലിശ നിരക്ക് 8% എങ്കിൽ അത് 3 വർഷത്തേക്ക് അങ്ങനെ 8% തന്നെ തുടരുമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നിയമം വെച്ച് ആ ലോക്ക് ഇൻ പീരീഡ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ബാങ്കിൽ പോയിട്ട് ക്രെഡിറ്റ് സ്കോർ കൂടിയാൽ നിങ്ങൾക്ക് അത് ബാങ്കിനോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഇവിടെ അവൈലബിൾ ആണ്. സോ ഇതിന്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് എന്താണ്? ഒന്ന് കുറഞ്ഞ പലിശ നിരക്ക്, പ്രതിമാസം അടക്കുന്ന EMI കുറഞ്ഞു കിട്ടുന്നു, വലിയൊരു എമൗണ്ട് ഈ ഒരു ലോണിന്റെ എൻറ്റയർ ലോൺ ടെന്യൂർ എടുക്കുമ്പോഴേക്കും, ഉദാഹരണത്തിന് ഹോം ലോൺ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും 20, 25, 30 വർഷത്തെ കാലയളവിലേക്കായിരിക്കും ഹോം ലോൺ ഒക്കെ എടുക്കുന്നത്. ഇത്തരത്തിൽ 30 വർഷത്തേക്ക് നമ്മൾ പലിശ അടക്കുമ്പോൾ വലിയൊരു എമൗണ്ട് അതിലേക്ക് മാത്രമായിട്ട് പോകുന്ന ഒരു പ്രവണതയുണ്ട് നമുക്ക് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇത്തരത്തിൽ പലിശ നിരക്ക് കുറയുന്ന ഒരു സാഹചര്യത്തിൽ ലക്ഷങ്ങൾ നമുക്ക് ലാഭിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ ഉദിച്ചു വരികയാണ്. RBI 2026 തൊട്ട് കൊണ്ടുവരുന്ന 6 പ്രധാനപ്പെട്ട ബാങ്കിങ്ങിൽ വരാൻ പോകുന്ന നിയമങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവുന്ന രീതിയിൽ എങ്ങനെയാണ് അത് വരാൻ പോകുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ് വാല, ബി ദ ബോസ്.